റിവഞ്ച് സ്റ്റോറികളും ത്രില്ലറും ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു കെ-ഡ്രാമയുടെ റിവ്യൂമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 2022 ഇറങ്ങിയ ദി ഗ്ലോറി. മൂൺ ഡോങ് യൂൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ ചേർന്ന് റാഗിംഗ് ചെയ്യുന്നു. തുടർന്ന് താൻ വലുതായതിനു ശേഷം അവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു റാഗിംഗ് ഒക്കെ ചെയ്തതിന് 16 എപ്പിസോഡുകൾ നീണ്ടു നിൽക്കുന്ന ഒരു TV സീരീസിലൂടെ റിവഞ്ച് ഒക്കെ ചെയ്യാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ റാഗിംഗ് അല്ല, മറിച്ച് ഒരാളെ അങ്ങേയറ്റം വേദനിപ്പിക്കുക, ചെയ്യുക, ഇതിനൊക്കെ എതിരായിട്ടാണ് ഇവിടെ റിവഞ്ച് ചെയ്യുന്നത്. ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം വ്യക്തമായി കാണിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെ നേരിടാനായിട്ട് മൂൺ ഡോങ് യൂൻ ഉണ്ടാക്കുന്ന പ്ലാനുകളൊക്കെ വളരെ രസകരമായ രീതിയിൽ നമ്മളെ ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഇതിന്റെ അകത്ത് തന്നെ ഇവർ ഗെയിംസ് ഒക്കെ കളിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ക്ലാസിക്കൽ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ഒരു റിവഞ്ച് സ്റ്റോറിക്ക് ചേരുന്ന രീതിയിലുള്ള കിടിലൻ സാധനങ്ങൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് ഒരാളുടെ ക്യാരക്ടറിൽ നിന്നും അടുത്ത ഒരാളുടെ കഥകളിലേക്ക് ട്രാൻസിഷൻ ആയി പോകുന്നുണ്ട്. അതൊക്കെ സീരീസിന് ഒരു പുതുമ തന്നെ നൽകുന്നുണ്ട്. ചുമ്മാ വന്നവരും പോയവരും എല്ലാം നല്ല കിടിലൻ പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ ഈ റാഗിംഗ് ചെയ്തവരുടെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് പൊട്ടിക്കാൻ തോന്നും. ഇമോഷണൽ സീനുകൾ എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തു. അതും നമ്മൾ ഈ പ്രതീക്ഷിക്കാതെ കയറി വരുന്ന ക്യാരക്ടേഴ്സിന്റെ ഒക്കെ വളരെ മികച്ചതായിരുന്നു. കൊറിയൻ ഡ്രാമാസ് പൊതുവെ വരുന്നത് 13+ഓ 16+ഓ എല്ലാം ആയിരിക്കും. പക്ഷെ ഇവിടെ A സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂഡ് സീനുകളും കുറച്ച് ഇന്റിമേറ്റ് ആയിട്ടുള്ള സീനുകളും വയലൻസും എല്ലാം ഉണ്ട്. അപ്പോൾ കാണുന്നവർ അതുകൂടി ശ്രദ്ധിക്കുക. ടോട്ടൽ 16 എപ്പിസോഡുകൾ. അതിൽ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയുള്ള എപ്പിസോഡുകൾ ഉണ്ട്. നിങ്ങളുടെ സമയം വേസ്റ്റായി എന്നെന്തായാലും തോന്നില്ല. ത്രില്ലർ റിവഞ്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റ് വാച്ചായി കണ്ടുനോക്കുക. ഇനിയും ഇതുപോലെ കെ-ഡ്രാമ റിവ്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ആനിമെ റിവ്യൂസ് ഇടുന്നത് കുറവാണ്. അപ്പോൾ ഇനി മുതൽ അതും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.